ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ലഞ്ച് വ്ളോഗാണ്. അപ്പം ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ അച്ചിങ്ങാപ്പയർ തോരനൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് നാൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ഇവിടുന്ന് അച്ചങ്ങ വാങ്ങാൻ പറ്റിയേ. അച്ചങ്ങ കിട്ടി. നല്ല 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 അച്ചങ്ങയായിരുന്നു, ഒട്ടും മുറ്റിയതും ഒന്നും അല്ലായിരുന്നു, നല്ല അച്ചങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു തോരൻ ഉണ്ടാക്കാം. ഒരുപാട് നാളായി കഴിച്ചിട്ട്. വീട്ടിൽ സ്ഥിരം അച്ചങ്ങാത്തോരനാണ്, കാരണം ഏട്ടൻ്റെ അച്ഛന് കൃഷിയുള്ളതുകൊണ്ട് ഡെയിലി കാണും. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് നാളായി, അതുകൊണ്ടൊരു കൊതി കണ്ടപ്പം. അപ്പം ഞാൻ ഇച്ചിരി അച്ചങ്ങ നല്ലപോലെ അരിഞ്ഞ് അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് നല്ലപോലെ തിരുകി പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പം കുറച്ച് കടുകും കൂടെ പൊട്ടിക്കാൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഈ പയറും ആ കൂട്ട് എല്ലാം കൂടി ഒന്നിച്ച് അതിനകത്തോട്ട് തട്ടിയിടുകയാണ്. തട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി ആ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് പറ്റി ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ അത് ഇങ്ങനെ ചേർത്ത് തത്തിപ്പൊത്തി വെച്ചിട്ടുണ്ട്. എന്നാലേ അതിനി അടച്ച് വെക്കുവാണ്. വേവണമെങ്കിൽ കുറച്ച് വേവാൻ താമസമല്ലേ, അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ച് അടച്ചങ്ങോട്ട് വെക്കുവാണേ. പയർ മാത്രം അരിഞ്ഞും തോരൻ വെക്കാം, ഈ കൊച്ചുള്ളി അരിഞ്ഞും വെക്കാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ രണ്ട് രീതിയിലും വെക്കാറുണ്ട്. അപ്പോൾ കൊച്ചുള്ളി അരിഞ്ഞ് വെക്കുമ്പം കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് അങ്ങോട്ട് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പം അതെല്ലാം അരിഞ്ഞ് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ തിരുമ്മണം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മാനായിട്ട് പൊട്ടിച്ചു. പക്ഷേ തേങ്ങ അത്ര നല്ല പിരിപിരാന്ന് വരുന്ന തേങ്ങ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തോരന് നല്ല പിരിപിരാന്നുള്ള തേങ്ങയാണെങ്കിൽ നല്ലതാണ് തോരൻ വായിക്കൊക്കെ. ഇത് കണ്ട് ചുമ്മാ നടന്ന് കിടക്കുന്ന ഒരു തേങ്ങയായിരുന്നേ. അപ്പോൾ അതും അങ്ങോട്ടെല്ലാം തിരുമ്മി അതിനാവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട്, വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, പച്ചമുളകും ഒന്നും ഇട്ടില്ല. സിമ്പിളായിട്ടൊരു തോരനാണ്. അപ്പം മുളക് പൊടിയൊക്കെ ഇച്ചിരി മുളക് പൊടി ചേർത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അപ്പം ഏകദേശം നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് ഏകദേശം വെന്തു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മുടെ ഈ ക്രഷ് ചെയ്ത തേങ്ങയും കൂടെ അങ്ങോട്ടിട്ട് അതൊന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഒന്ന് അതുപോലെ തന്നെ അങ്ങ് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വേവാനായിട്ടും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റാനായിട്ടും ഒക്കെ അങ്ങ് നല്ലപോലെ തത്തിപ്പൊത്തി അടച്ചങ്ങ് വെക്കുവാണ്. അപ്പം അടച്ച് വെക്കുമ്പോൾ ഇച്ചിരി ഞാൻ കുറച്ച് കൂട്ടിയും കൂടെ അങ്ങ് ഇട്ടു. അപ്പോൾ പിന്നെ നല്ലപോലെ ആ വെള്ളമൊക്കെ പറ്റി വരട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റി ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് വെള്ളമൊക്കെ പറ്റി നല്ല തോന്ന് വന്നിട്ടുണ്ട് തോരൻ. അപ്പോൾ നല്ലപോലെ ഇളക്കി നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. തോരനാകുമ്പോൾ നല്ല തോന്ന് തന്നെ ഇരിക്കണം, അല്ലാതെ വെള്ളമയം ഉണ്ടെങ്കിൽ അത് കൊള്ളത്തില്ല, ചീത്തയാവുകയും ചെയ്യും. പിന്നെ കുറച്ച് ചിക്കനുണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലില്ലാതെ പറ്റത്തില്ല. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ വേറൊരു രീതിയിൽ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അത് എടുത്ത് കറി വയ്ക്കുവാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് നമ്മുടെ ലെമൺ ജ്യൂസും ഒഴിച്ചിട്ടുണ്ട്, ഒരു പകുതി ലെമണിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ തിരുകി നല്ല ഭംഗിയായിട്ട് തിരുകി എല്ലായിടവും പറ്റിയിട്ടുണ്ട്. എല്ലായിടവും പറ്റി അതൊന്ന് ഞാൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പോൾ തിരുമ്മി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ്റെ പീസുകളെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വരണം. അതിനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെല്ലാം കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അതും എടുത്ത് മാറ്റി ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ അത് ആ എണ്ണയ്ക്കകത്തോട്ട്, ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മുടെ ഒരു 3 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറച്ചല്ലേ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട്. അപ്പോൾ ആ സവാള നമ്മുടെ ഫ്രൈ ചെയ്ത ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ അങ്ങ് ഇട്ട് അതിനാവശ്യത്തിനുള്ള സ്വല്പം ജസ്റ്റ് നമ്മുടെ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലപോലെ ഇളക്കി അത് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അത് അടച്ച് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. പക്ഷെ നല്ലപോലെ വാടാനായിട്ട് വീണ്ടും ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം
നല്ല വാടുന്ന പരുവായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ട്, നല്ലപോലെ വാടിയിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ ഒരു തക്കാളി എടുത്തുള്ളൂ, ഇച്ചിരി വലിയൊരു തക്കാളി എടുത്ത് അതും നല്ലപോലെ അതും ഒന്ന് നീളത്തിലരിഞ്ഞ് അതും അതിനകത്തൊന്ന് ഇളക്കി ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ചാൽ തക്കാളിയും കൂടെ ഒന്ന് വേവണമല്ലോ. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ടാണ് വീണ്ടും അടച്ചു വെച്ചത്. അപ്പം ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തക്കാളി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച്, അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ വെന്ത് നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടികളൊക്കെ ചേർക്കാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും, ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ കുറേ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വളരെ കുറച്ച് മാത്രം മതിയല്ലോ, ക്വാണ്ടിറ്റി കുറവല്ലേ, അതിന് ആവശ്യത്തിനും പരുവത്തിനുള്ള നമ്മുടെ ഗരം മസാലയും ചേർത്ത് അത് നല്ലപോലെ ആ പൊടിയുടെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് ഇളക്കി അതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ച ചിക്കനും ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിനകത്തോട്ട് വെള്ളവും ചേർത്ത് നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറുണ്ണാൻ എടുക്കുകയാണ്. നല്ല ചിക്കൻ കറിയും നല്ല അച്ചിങ്ങ പയറ് തോരനും കുറച്ച് തൈരും ഒക്കെ കൂട്ടി അപ്പോൾ ഉണ്ണാൻ പോവാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ബായ്. അപ്പം നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.